ഹായ് ഹലോ, മിഷാനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ മനസ്സറിയാം. എന്താണ് അവരുടെ യഥാർത്ഥ ഫീലിങ്സ്? തീർച്ചയായും നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എങ്കിലും ഇത് നിങ്ങളുടെ എനർജി അല്ല. ചിലപ്പോൾ സാഹചര്യങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടാകാം. കാരണം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ പറയാണ്, പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പോകും എത്രയാണ് എമൗണ്ട്. അത് ഓക്കെ, ന്യായമായിട്ടുള്ള കാര്യം, എത്രയാണ് എമൗണ്ട് എന്നറിയാവുന്നത്. നിങ്ങൾ എനിക്ക് വെറുതെ വാഗ്ദാനങ്ങൾ തരേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഞാൻ 5 മണിക്ക് അയക്കും, 6 മണിക്ക് വരും, അങ്ങനെ. കാരണം ഞാൻ മറ്റു പല ജോലികളും ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളപ്പോൾ അത്തരത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിശ്വസിച്ച് നമ്മൾ ആ സമയം നിങ്ങൾക്ക് വേണ്ടി ലഭ്യമാക്കി വയ്ക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു വ്യക്തികളും എൻ്റെ അടുത്ത് അതിന് ശേഷം വരാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ റീഡിങ് ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഇതെങ്ങനെയാണ് കാര്യം എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്കും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം റീഡിങ് എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അതിന് എത്രയാണ് എമൗണ്ട് കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടി നിങ്ങൾ അന്വേഷിച്ചു, ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നു ഇത്ര മണിക്ക് ഇങ്ങനെ എങ്ങനെ എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഇതെനിക്ക് ബിസിനസ് അല്ല. കാരണം ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. താല്പര്യമുള്ളവർ മാത്രം മതി. റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റ് ചേച്ചിമാരുടെ പോലെയോ മറ്റു ടാരോ റീഡേഴ്സിനെ പോലെ സന്തോഷിപ്പിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആ കറക്റ്റ് കാര്യം പറയും. അത് എനിക്ക് നിങ്ങളായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. നിങ്ങളോട് എന്താണ് നിങ്ങളുടെ കാർഡിൽ വരുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം വരിക. നിങ്ങളിപ്പോൾ റീഡിംഗ് എടുക്കണം എന്ന് പറഞ്ഞു വന്നാലും നിങ്ങളുടെ റീഡിംഗ് എടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം ഞാൻ എല്ലാ റീഡിങ്സൊന്നും ഞാൻ എടുക്കാറില്ല. എന്നോട് എത്രയാണ് എമൗണ്ട് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഞാൻ ഡീറ്റെയിൽസ് പറയാറുണ്ട്. എങ്കിലും എല്ലാവരുടെ റീഡിങ് ഞാൻ എടുക്കാറില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ചില റീഡിങ്സ്, എൻ്റെ സമയത്തിന് ഓക്കെ ആവുന്ന റീഡിങ്സ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും വ്യക്തമായിട്ട് തുറന്നു പറയാം. വെറുതെ വലിപ്പിക്കാതിരിക്കുക. ഡെയിലി ഇന്ന് ചോദിച്ചു, 2 ദിവസം കഴിഞ്ഞ് പിന്നെയും മെസ്സേജ് അയച്ചു ചോദിച്ചു. കാരണം വ്യത്യാസമൊന്നും വരുന്നില്ല. ഇത് മിഷാനി ഡയറക്റ്റ് തന്നെയാണ്. അന്ന് പറഞ്ഞ എമൗണ്ടുകൾ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ഓക്കെ. അപ്പോൾ അത് അത്തരത്തിലുള്ള കാര്യം. അപ്പോൾ നമ്മൾ വെറുതെ എന്താ പറയുക, നിങ്ങളുടെ സമയത്തിനും വിലയുണ്ട്, നമ്മളുടെ സമയത്തിനും വില മനസ്സിലാക്കുക. അതേ പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുക. എന്നിട്ട് അവരുടെ പേരൊക്കെ ഒരു 3 പ്രാവശ്യം പറഞ്ഞ് അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ കാണുക. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി പോവാതിരിക്കുക. കാരണം ഇതിൽ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ അതിപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തം മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ അതുകൊണ്ട് യാതൊരു കാര്യമില്ല, വെറുതെ സമയം പോവുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് സ്കിപ്പ് അടിച്ചോ. കാരണം അത്രയും സമയം കളയണ്ട. അതാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെയും എൻ്റെയും സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. റീഡിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. ഇയാളെന്താ ഇത് എല്ലാത്തിലും വിചാരിക്കുന്നുണ്ടോ? കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർ പലരും പല ടൈപ്പിലാണ്. ചിലപ്പോൾ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളായിരിക്കില്ല, പുതിയതായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധം എല്ലാത്തിലും പറയണോ? കാരണം ഇത്തരം സാഹചര്യങ്ങളിലുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ അത് വ്യക്തിയാവാം, സാഹചര്യമാവാം, ബ്ലാക്ക് മാജിക്ക്, നെഗറ്റീവ് എനർജീസ്, ജാതി, മതം, ഏജ് ഡിഫറൻസ്, അങ്ങനെ പലതരം കാര്യങ്ങൾ. കാരണം നമ്മളെല്ലാം പല സാഹചര്യങ്ങളിൽ വളരുന്നവരാണ്. നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതാണ് പറയുന്നത് ഫോഴ്സ് ചെയ്യരുതെന്ന്. ഓക്കെ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തി അവരുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ അവർക്കറിയാം ഇത് അവർ തന്നെ ഒരു തടവുണ്ടാക്കി അല്ലെങ്കിൽ ഒരു കെണി ഉണ്ടാക്കിയിട്ട് സ്വയം ഇരയായതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലതിനാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങളതിന് ഇരയായതാണ് എന്ന് നിങ്ങൾക്കൊരു ബോധ്യം വരുന്നുണ്ട്. കാരണം അവർക്കൊരു ബോധ്യം വരുന്നുണ്ട്. കാരണം അവരൊരു
ഒരിക്കലും പാടില്ലാത്തൊരു റിലേഷൻഷിപ്പിനെ അവരുടെ ആഗ്രഹം കൊണ്ട് അവർ തിരഞ്ഞെടുത്ത് ഇതേപോലെ പണി മേടിച്ച് കൂട്ടി ഇരുന്ന് ഈ വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കാം. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ. നിങ്ങൾക്കെല്ലാ വ്യക്തിക്കും മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ സാഹചര്യം ആവാം. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. കൂടുതലും ആ വ്യക്തിയുടെ ഫീലിങ്സ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിലിങ്ങനെ പണി മേടിച്ച് കൂട്ടിയവരുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഇങ്ങനെ ഇപ്പം നിങ്ങളുടെ ഈ നോ കോണ്ടാക്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ വരാനുള്ള ഒരു കാരണം അവർ തന്നെ ആയിരിക്കാം എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാകാം. ചിലപ്പോൾ അവരുടെ ഈഗോ ആയിരിക്കാം, ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം, ഈ പറഞ്ഞ പോലെ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നമുക്കിതിൽ ഒരുപാട് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ മസ്റ്റായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ജന്മങ്ങളിൽ, നിങ്ങളുടെ മുൻജന്മങ്ങളിൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ വളരെയധികം പ്രണയിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിന് ഒരുപാട് തീവ്രമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും ഒരു ആഗ്രഹങ്ങളും നിങ്ങളുടെ സാധിച്ചില്ല. ഒരുപക്ഷെ നിങ്ങളൊരു അകാല മരണത്തിൽ വിട്ടു പോയിട്ടുണ്ടാകാം, നിങ്ങളോ അല്ലെങ്കിൽ അവരോ. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയായിട്ട് ഇത്രയധികം അറ്റാച്ച്മെൻറ്റ് വരുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിയായിട്ട് ഇത്രയധികം പോകുന്നത്, എന്താണ് എനിക്ക് ഇവരെ പിരിയാൻ പറ്റാത്തത്, എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. അത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം എന്താ ഇതിൻ്റെ പർപ്പസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്നവർ, ടാരറ്റിലോട്ട് എത്തിയവരൊക്കെ ഒരുപാട് പേരുണ്ടാകാം. ഈ ഒരു ജന്മത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ വ്യക്തിനെ വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ ബ്രേക്കപ്പ് ആയിട്ടും ഇങ്ങനെയൊക്കെ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കും, സങ്കട ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടാകാം, ആ വ്യക്തി നിങ്ങൾ അവരെ ഒഴിവാക്കിയോ, ഇതിൽ മാറ്റം സംഭവിച്ചോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അങ്ങനെയൊക്കെ അവർ ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. നിങ്ങളെ അവർക്ക് നഷ്ടമായോ എന്ന് വരെ അവർ ഈ സമയം ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പണ്ടത്തെ പോലത്തെ ഒരു അടുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നുണ്ടാകില്ല. കാരണം അതിന് അതിൻ്റേതായ കാരണങ്ങളും ഉണ്ടാകും. കാരണം ഇതെല്ലാം സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് ഇങ്ങനെ വേണം എന്ന് അലൈൻ ചെയ്തിരിക്കുന്നതാകാം. ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ല എന്ന് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. നമ്മളെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ടാകാം. നമ്മൾ അതിലേക്ക് വേണ്ടി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാകാം. ബാക്കിയെല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു ഇതിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിന് നമ്മൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കണമെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല, അത് സംഭവിക്കില്ല. ഓക്കെ. അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിനെ വീണ്ടും ആ പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന് വല്ലാത്ത ആഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ആ വ്യക്തിക്കാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കാകാം കേട്ടോ. അപ്പോൾ അവർ ഇതുവരെയുള്ള റിലേഷൻഷിപ്പിന് മൊത്തത്തിൽ വിലയിരുത്തുന്നുണ്ടാകാം. എന്താണ് സംഭവിച്ചത്, എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാകാം. തീർച്ചയായും ഇതിൽ കാർഡുകളിൽ പറയുന്നത് കണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പെട്ടെന്ന് നിങ്ങൾ പോലും ചിന്തിക്കാത്ത, ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് കുറേ നാളുകളായിട്ടുണ്ടാകാം, വർഷങ്ങളായിട്ടുണ്ടാകാം, എങ്കിലും ആ വ്യക്തിയെ പറ്റി നിങ്ങളെന്നും ചിന്തിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഏജ് ഡിഫറൻസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഫാമിലി, അതൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് പിരിഞ്ഞ് തന്നെ പോയത്. മനസ്സിലായോ? പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇതിലോട്ട് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് പോലെ ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഉടക്ക് മാറാനോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറാൻ ഇതൊക്കെ ഒരു കാരണം നമുക്ക് ലവ് വേർഡ്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് എല്ലാവർക്കും എന്നല്ല കേട്ടോ. കാരണം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കിയിട്ട് അത് ഓക്കെ ആകുന്നതാണെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. അല്ലാതെ ഇന്ന് വരും നീ നാളെ വരും നീ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടി വെറുതെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സമയം കളയാതിരിക്കുക. ആ ഒരു റിലേഷൻഷിപ്പ് വർക്കാവാത്തതാണ്, മുന്നോട്ട് പോകാത്തതാണ് എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാമെങ്കിൽ അതിനവിടെ ഉപേക്ഷിക്കുക. അല്ലാതെ അയാൾ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റ് ടാരറ്റ് വീഡിയോസിൽ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഈ വീഡിയോസ് ഒന്നും നിങ്ങളുടെ എനർജി അല്ല. നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ എനർജി എന്താണെന്ന് അറിയാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലവേഴ്സ്. അപ്പോൾ കുറേ പേരൊക്കെ എന്താ പറയുക, ഒരു പങ്കാളിത്തത്തിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കുന്നതാകാം,
അല്ലെങ്കിൽ ആ കാലഘട്ടം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുന്നതാകാം, സംഭവിക്കുന്നതാകാം. ഒരു പങ്കാളിത്തം, ഒരു യൂണിയൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു യൂണിയനിലേക്ക് 2 പ്രാവുകൾ, 2 കിളികൾ പറന്നു പോകുന്നു. നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ഇതിൽ ഞാൻ പറഞ്ഞു ഇതുപോ എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഈ സമയത്ത്. ഇപ്പം ഇതിങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഇത് അനിവാര്യമുള്ള വിധിയാണ്. ഇപ്പം നിങ്ങൾ തമ്മിൽ ഈ ബന്ധം പൊളിഞ്ഞു പോകണമെങ്കിലും ഇത് വീണ്ടും ഒന്നു ചേരണമെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അതിനുള്ളൊരു സമയമാണ് ഇപ്പോൾ ഇത്. അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ് എന്നാണ് വിശ്വസിക്കേണ്ടത്. സ്റ്റാർ കാർഡൊക്കെ വന്നിട്ടുണ്ട്. അതും പാസ്റ്റ് ലൈഫ് റിലേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യക്തി ഇപ്പം നിങ്ങളെ മനസ്സിലുദ്ദേശിച്ച വ്യക്തി നിങ്ങളെ യഥാർത്ഥ പാതയിലേക്ക് നയിക്കുന്നുണ്ടാകാം. കാരണം നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ഇതിൽ. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളാകാം, അല്ലെങ്കിൽ അവരാവാം. അവരൊരു കവിയാകാം, കലാകാരനാകാം, സർഗാത്മകമായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാകാം, ആത്മീയമായിട്ടുള്ള ഒരുപാട് അറിവ് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നുണ്ടാകാം. ചിലപ്പോൾ ആ വ്യക്തി മൂലമാകാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ അത്തരം ഒരു പാതയിലേക്ക് വരുന്നതാകാം. ഈ വ്യക്തി നിങ്ങളെ യഥാർത്ഥ പാതയിലേക്ക് നയിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. കാരണം നിങ്ങളുടെ ഈ ലൈഫിലാണ് നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ പറഞ്ഞു അകാല മരണം, ഒരുപാട് തീവ്രമായിട്ടുള്ള തടസ്സങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും തന്നെ സാധിച്ചില്ല. പക്ഷെ അതിനെല്ലാത്തിനും ഉപരിയായിട്ട് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുന്നുണ്ട്. ഓക്കെ. പക്ഷേ കുറച്ച് പേർക്ക് എന്താ പറയുക, നമുക്ക് ശരിയായ ഒരു തെരഞ്ഞെടുപ്പ്, എന്താ ഇതിൽ മുന്നോട്ട് വേണ്ടേ, എന്താണ് ഇതിൽ സംഭവിക്കുന്നത്, എന്താ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്നറിയാതെ കൺഫ്യൂഷനായിട്ട് ഇപ്പോഴും നിൽക്കുന്നൊരവസ്ഥയാണ്. അവരുടെ മനസ്സിൻ്റെ ഫീലിങ്സ്, യഥാർത്ഥ ഫീലിങ്സ് അവർ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അവർക്ക് അറിയുന്നില്ല എന്താ ഇത് സംഭവിക്കുന്നത്, എന്താ ഇത് കാര്യം, എന്താ എനിക്ക് ഇതിൽ നിന്ന് വിട്ടു പോകാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഇത് വീണ്ടും റിപ്പീറ്റ് ആവുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ടാകാം കേട്ടോ. ഒരു നിങ്ങളും അവരും ഭയങ്കര നിഷ്കളങ്കമായിട്ടായിരിക്കും പ്രണയിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ പേർക്ക്, ഒരു 80% പേർക്കും ഇതിനൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. പുതിയ തുടക്കം. ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും പറഞ്ഞ് പരിഹരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ചിലപ്പോൾ കുറേ പേർക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂ ആയിരിക്കാം. ആ പ്രശ്നങ്ങളെല്ലാത്തിനെയും മാറ്റിയിട്ട് ഒരു സ്വതന്ത്ര മനോഭാവത്തോടു കൂടി ഈ ബന്ധത്തിനെ നല്ല രീതിയിൽ സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കോ അവർക്കോ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളോടുകൂടി ഈ പൊരുത്തക്കേടുകൾ കാര്യങ്ങളെല്ലാം കൂടി മാറുന്ന സമയത്ത് നിങ്ങളുടെ എന്താ പറയുക, ഈ റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലേക്ക്, കുറച്ച് പേർക്ക് ഒരു വിവാഹത്തിലേക്ക് കലാശിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാകാം. സമൂഹം, വീട്, ആഘോഷം, നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ഒരുപാട് സാധ്യതകളൊക്കെ വന്നു ചേരുന്നുണ്ട്. കാരണം ഈ വ്യക്തിയായിട്ട് നിങ്ങൾ വീണ്ടും റീയൂണിയൻ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ലഭിക്കുന്നത്? ഒരുപാട് സംതൃപ്തി ലഭിക്കുന്നുണ്ട്, ഇമോഷണൽ സ്റ്റേബിലിറ്റി ലഭിക്കുന്നുണ്ട്. ആഡംബരമായിട്ട് ഒരുപാട് പല സ്ഥലത്ത് ചിലപ്പോൾ കറങ്ങാൻ പോകുന്നുണ്ടാവാം, ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടാകാം, സിനിമയ്ക്ക് പോകുന്നുണ്ടാകാം, റൈഡിന് പോകുന്നുണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് സംഭവിക്കുന്നുണ്ട്. നിങ്ങളും ആ വ്യക്തിയും വളരെയധികം റിലേഷൻഷിപ്പ് കൂട്ടി യോജിക്കുന്നതിലൂടെ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ടാകാം. നിങ്ങളുടെ ഒരുപാട് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യങ്ങൾ മാറിപ്പോകുന്നുണ്ടാകാം. ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റ് ലൈഫ് പിന്നെയും അത് മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ജന്മം തീവ്രമായിട്ടുള്ള സ്നേഹമായിരുന്നു, പക്ഷേ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു. അടുത്ത ജന്മം കണ്ടെത്തും എന്നൊരു എനർജിയാണ് നമ്മൾ പറയുന്നത്. ആ ജന്മമായിരിക്കാം ഇത്, പക്ഷേ ഈ ജന്മത്തിലും നിങ്ങൾക്കത് എന്താ പറയുക, നിങ്ങളൊരു അബോധാവസ്ഥയിലായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ചുറ്റും നടക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾ കുറേ മിഥ്യാധാരണകൾ, തെറ്റായ ധാരണകളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ. അതൊക്കെ ആയിരിക്കാം അതിൻ്റെ ഇഷ്യൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാം. ഈ വ്യക്തിയെ സ്വീകരിക്കണോ അതോ വേണ്ടയോ, ഈ റിലേഷൻഷിപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണോ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ലഭിക്കും. കാരണം ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടല്ല. ഈ വ്യക്തി ഒരിക്കലും കോളിംബെല്ലടിച്ചിട്ട് ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ വരൂട്ടോ എന്ന് പറഞ്ഞ് വന്നൊരു വ്യക്തിയല്ല. അതേപോലെ തന്നെ ഇത്രാം തീയതി ഇത്ര സമയത്ത് ഞാൻ പോകും എന്ന് പറഞ്ഞ് പോയ വ്യക്തിയല്ല. ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിനെ നിങ്ങൾക്ക് പണ്ടേ കണ്ടുമുണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്രയധികം വിഷമങ്ങൾ, സന്തോഷങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്കാണ് വരണേ? അപ്പോൾ അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. അതാണ് ഈ പാസ്റ്റ് ലൈഫ് എന്ന് നമ്മൾ പറയുന്നത്.
തീർച്ചയായും നിങ്ങളുടെ ആ വ്യക്തിക്ക് ഈ സമയത്ത് ഈ ഒരു ബന്ധത്തിൽ എന്ത് വേണം എന്നൊരു തീരുമാനമെടുക്കാനുള്ളൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ഒരു അനുകമ്പ തോന്നുന്നുണ്ട്. നിങ്ങളോടൊരു ശ്രദ്ധ വരുന്നുണ്ട്. നിങ്ങളിലേക്ക് വീണ്ടും അവർ ആകർഷിക്കപ്പെടുന്നുണ്ട്. നിങ്ങളെ സ്വന്തമാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാവും ട്ടോ. ഇതിപ്പോൾ അവരുടെ മാത്രമൊന്നല്ല, നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതായിട്ട് നോക്കാം. ഇത് നമ്മൾ ഒരു നോർമലായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ റീഡിംഗ് അല്ല. അതെടുക്കുമ്പോൾ മാത്രമാണ് വ്യക്തമായ കാര്യം അറിയാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് സന്തോഷം, വിജയം, ലൈഫിലൊരു പോസിറ്റിവിറ്റി കാര്യങ്ങളെല്ലാം വന്ന് വളരെ ഭംഗിയായി പണ്ടത്തെക്കാളും മനോഹരമായിട്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ആ വ്യക്തി മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഇതൊക്കെ തന്നെ ആകാം. അപ്പം അത്തരത്തിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു കറക്റ്റ് റൈറ്റ് ടൈമിൽ നിങ്ങൾ ഒന്നു ചേരാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇത്തരത്തിലൊക്കെ എല്ലാവരുടെ ലൈഫിലും സംഭവിക്കട്ടെ, പോസിറ്റീവായിട്ടിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഓൾ ഓവർ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സറിയാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുറച്ച് സാഹചര്യങ്ങളും നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഇതിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്, ഫീലിങ്സ് എല്ലാം. ഇതാണ് അവരുടെ യഥാർത്ഥ ഫീലിങ്സ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട വീഡിയോ ആണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ടൈംലെസ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അതും പോയി നോക്കാവുന്നതാണ് കേട്ടോ. കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം എല്ലാവരും ടാലൻറ്റ് കാണുന്ന ഒരു നിശ്ചിത പീരീഡ് വരെ കാണുള്ളൂ. അത് കഴിഞ്ഞ് അവർ അതിൽ നിന്ന് വിട്ടുപോകും. കാരണം അവരറിയേണ്ടുന്ന കുറേ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അവർ അത്ര രീതിയിൽ നോക്കി. അപ്പോൾ അതാണ് കാര്യം. പിന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എല്ലാവരും റീഡിങ് എടുക്കില്ല. എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന എൻ്റെ സമയം ഫ്രീ നോക്കി മാത്രമാണ് ഞാൻ റീഡിങ്ങുകൾ എടുക്കുള്ളൂ. അപ്പോൾ റീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുക. നമ്മൾ ഓഫർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓഫറുകൾ അന്നത്തെ ദിവസം വിളിക്കുന്നവർക്ക് എല്ലാ ദിവസവും ഓഫർ ലഭ്യമായിരിക്കില്ല. ഞാൻ വീഡിയോ ഇടുന്നന്ന് ഞാൻ ഓഫർ കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഓഫറുകളൊക്കെ നമുക്കിപ്പോൾ അവസാനിച്ചേക്കുന്ന ഒരു സമയം പോലെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അല്ലാതെ നമ്മളെയും പോസ്റ്റ് ആക്കാതിരിക്കുക, ഞാനും നിങ്ങളെ പോസ്റ്റ് ആക്കുന്നില്ല. രണ്ടുപേരുടെ സമയത്തിന് വിലയുണ്ട്. കാരണം നിങ്ങൾക്ക് റീഡിങ് വേണ്ടെങ്കിൽ വേണ്ട എന്ന് തന്നെ പറയാനുള്ള പൂർണ്ണ അധികാരവും അവകാശവും നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളാണ് പണം മുടക്കി റീഡിങ് എടുക്കുന്നത്. അതിൽ അയ്യോ അയാൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട്, മിഷാനി എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ എടുക്കാട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കില്ല. കാരണം ഞാനിത് കുറേ റീഡിങ്ങുകൾ ഞാനിത് കേട്ട് പരിചയമുള്ള പരിപാടി തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരാളൊരു സമയം പറഞ്ഞാൽ ഞാനതിന് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. കാരണം എനിക്കറിയാം അത് നടന്നാൽ നടന്നു, നടന്നില്ലെങ്കിൽ നടന്നില്ല. ആ സമയത്ത് ഞാൻ ഫ്രീ ആണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കൂ എന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് റീഡിങ്സ് വേണ്ട എന്നും വെക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എന്നോട് സഹകരിക്കുക. ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരെ. ബൈ ഫ്രം മിഷാനി.